ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി ചെറുപുഴ ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച കഥാവരമ്പത്തോടെ പരിപാടി ശ്രദ്ധേയമായി. മെയ് 11 അഡ്വക്കേറ്റ് സരസൻ കഥ പറയൽ സെഷൻ നടത്തി. തുടർന്ന് SSC PO രതീഷ് കെ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും നയിച്ചു. മെയ് 12 രാവിലെ 10 മണിക്ക് വായനശാല ഹാളിൽ നടന്ന സംവാദത്തിന് അധ്യാപികയും സാംസ്കാരിക പ്രവർത്തകയുമായ T നിഷാകുമാരി നേതൃത്വം നൽകി. വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. സ്കൂളിൽ നിന്നും സ്കൂളിൽ നിന്നും വിനോദയാത്രക്ക് പോയ ഒരുപാട് ടീച്ചർമാർ അപകടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഭൂരിഭാഗം ടീച്ചർമാർ അപകടത്തിൽ മരിച്ച വലിയ ദുരന്ത വാർത്ത നമ്മൾ 2 ആഴ്ച ഇല്ലേ? മലപ്പുറം ജില്ലയിലെ പാങ്ങോട് നടന്ന സ്കൂളിലെ അധ്യാപകരും ടീച്ചർമാരും മാഷന്മാരും എല്ലാവരും പോയ അവിടുത്തെ പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിലൂടെ പോയ ഒരു യാത്ര പോയത് ഞാൻ 2-3 ആളുകൾ മാത്രമേ ബാക്കി എല്ലാവരും മരണപ്പെട്ടു. അല്ലാതെ സങ്കടകരമായ വാർത്ത നമ്മൾ അല്ലെ അറിഞ്ഞിരുന്ന ഇങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്. ആ അപകടം എങ്ങനെ ഉണ്ടായിരുന്നു ഓർമ്മയിട്ടാ? വലിയ വളവില് അശ്രദ്ധമായി വാഹനം ഓടിച്ചു. വാഹനം ആവശ്യത്തിന് ബ്രേക്ക് ചെയ്യാതെ വേഗത കുറക്കാതെ വളരെ സ്പീഡിൽ ഒരുപാട് വളവുകൾ പെട്ടെന്ന് ഇറങ്ങിയപ്പോ ബ്രേക്കിന് തകരാതെ പറ്റി. അങ്ങനെ വാഹനം വലിയ കൊക്കയിലേക്ക് മറിഞ്ഞാണ് എല്ലാവരും മരണപ്പെടുന്നത്. അല്ലേ? അപ്പോൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. റോഡ് വാഹനങ്ങൾക്ക് പോകുവാനുള്ളതാണ് അല്ലേ? റോഡ് വാഹനങ്ങൾക്ക് പോകുവാനുള്ളതാണ്. നമ്മൾക്ക് നടക്കാനുള്ള സ്ഥലവും നമ്മൾക്ക് നടക്കാൻ റോഡ് പ്രധാനപ്പെട്ട റോഡാണെങ്കിൽ റോഡിന്റെ സൈഡിൽ ഫുട്പാത്ത് എന്ന് പറയുന്ന സാധനം കാണും. നമുക്ക് ഈ ടൗണിലൊക്കെ നോക്കിയാൽ കാണാം ഫുട്പാത്ത് സ്ലാബ് ഇങ്ങനെ ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടി ഒരു വഴിയുണ്ടാവും. പക്ഷെ ആ ഫുട്പാത്തിലെല്ലാം ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫുട്പാത്തിന്റെ സൈഡിലുള്ള കച്ചവടക്കാരൻ അയാൾ സാധനങ്ങൾ മുഴുവൻ ഫുട്പാത്തിൽ നിരത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് ചിലപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് വീണ്ടും റോഡിലേ ഇറങ്ങി വീണ്ടും ഫുട്പാത്തിൽ കയറേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്.
കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.